ഒരിടത്ത് പെട്രോൾ, ഒരിടത്ത് പാല്, മറ്റൊരിടത്ത് നിൽപ്പ് സമരം. കേരളത്തിലുടനീളം നിങ്ങൾ തെരുവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കലാരൂപത്തിന്റെ പേര് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഫ്ലെക്സ് യുദ്ധം ഇനി എത്ര വന്നാലും ഉളുപ്പുണ്ടോ കേസി എന്ന ഫ്ലെക്സിന്റെ തട്ട് താണു തന്നെയിരിക്കും. ഹോ, ജനാധിപത്യത്തിന് വല്ലാത്തൊരു സൗന്ദര്യം തന്നെ. ജനാധിപത്യം കൂടിക്കൂടി തിങ്കളും ചൊവ്വയും വീടി, ബുധനും വ്യാഴവും കേസി, വെള്ളിയും ശനിയും RC എന്ന് തുടങ്ങി മലബാർ വീടി, തിരുക്കൊച്ചു കേസി, തിരുവിതാംകൂർ RC എന്നുവരെ ദോഷേകദൃക്കുകൾ തിരിച്ചും മറച്ചും പലതും പറയും. ആരെന്തു പറഞ്ഞാലും ജനാധിപത്യത്തിന് ഇത്ര സൗന്ദര്യമോ എന്ന അത്ഭുതം കൂറണം 102 സീറ്റ് നൽകി വിജയിപ്പിച്ച നാം പൊതുജനം. ലീക്കായ ലിസ്റ്റിൽ എന്തായാലും ഒരാൾ പോലും വീഡിയെ പിന്തുണച്ചിട്ടില്ല. കേസി ആയാലും RC ആയാലും വീടി വേണ്ടേ എന്ന് തലയിൽ കൈവച്ച IC ആണ് ഇന്ന് പലരുടെയും ഹീറോ. പക്ഷേ ഭാഗ്യത്തിനൊരു പേരിടാൻ കഴിയുമെങ്കിൽ ഇന്നത്തെ ദിവസം അതിനൊരൊറ്റ പേര് KM അഭിജിത്ത്. വീടിക്ക് കൊടുത്ത പിന്തുണ രേഖപ്പെടുത്താതെ ഹൈക്കമാൻഡ് ഡബിൾ പ്ലേ കളിക്കുന്നുവെന്നാണ് K നീലകണ്ഠന്റെ സംശയം. അപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് വീഡിയെ. ഹൈക്കമാൻഡ് വിശദീകരണം എത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ട് വീഡിയ ക്യാമ്പ് എന്നറിയാൻ തീരുമാനം വരും വരെ കാത്തിരിക്കാം. വിലക്കിന് പിന്നാലെ തെരുവിൽ ഇരച്ചിറങ്ങുന്ന വീഡിയോ അനുകൂലികളോട് നടപടിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാൽ ഏത് KPCC എന്തച്ചടക്ക നടപടി, KPCC ഒക്കെ പോയി പണി നോക്കട്ടെ എന്ന് പറയും അവർ. ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന് പറയാൻ തോന്നുമെങ്കിലും പറയരുത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ശക്തിപ്രകടനത്തിനിടെ പരസ്പരം ഫ്ലെക്സുകൾ വലിച്ചുകീറിയും കരിയോയിലൊഴിച്ചും പാർട്ടിയുടെ ഐക്യം വിളിച്ചോതും അവർ. കേസ് മത്സരിക്കാൻ വന്നാൽ തോൽപ്പിക്കുമെന്ന് ആണയിടും അവർ. ജനാധിപത്യത്തിന് എന്ത് സൗന്ദര്യമാണ്! ജനാധിപത്യത്തിന്റെ മഹത്തായ സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാത്ത പിന്തിരിപ്പന്മാരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കണം. ഹേ, ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് വസന്ത് ശ്രീയെ കോൺഗ്രസിൽ നിന്നും, ഡോക്ടർ PK ഗോപൻ CPIM, അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് നേതാവ്, A സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം വസന്ത് ശ്രീയക്കിലേക്കാണ്. വസന്ത്, പരസ്യ പ്രതിഷേധങ്ങൾക്ക് KPCCയുടെ വിലക്കുണ്ട്. ജനവികാരത്തിന് മുന്നിൽ എന്ത് KPCC, എന്ത് നടപടി എന്നൊക്കെയാണ് ആ പ്രവർത്തകർ KPCCയുടെ നടപടിയെക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുന്നത്. വീഡിയോ അനുകൂലികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങുന്നുണ്ട്. കുഞ്ഞൂഞ്ഞിന് ശേഷം KC എന്ന് സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് വലിച്ചു കീറുന്നുണ്ട്. KCക്ക് മുദ്രാവാക്യം ഐക്യദാർഢ്യം അറിയിച്ചു വെച്ച ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നാട് മുഴുവൻ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. നോക്കൂ, പെട്രോൾ ഒഴിച്ച് സ്വയം കത്തിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു പ്രവർത്തകനെയും ഇന്ന് തെരുവിൽ കണ്ടു വീടിക്ക് വേണ്ടി. അപ്പോൾ വസന്ത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമൊക്കെ ആയിരിക്കും ഇതല്ലേ? അല്ലാതെ മറ്റെന്താണ് അസിതയ്ക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി തോന്നുന്നത്? VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ച് മൗനത്തിൽ അങ്ങനെ തന്നെയാണ് എന്ന് എല്ലാവരോടും പറഞ്ഞ് വോട്ട് മേടിച്ച് അധികാരത്തിൽ വരുമ്പോൾ VSനോട് ഒരു ആർക്കുമില്ലാത്തൊരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുത്തിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതാണോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം? പാർലമെന്ററി പാർട്ടി പോലും ചേരാതെ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിച്ച് പിണറായി വിജയൻ വരികയും അതിന് കമാന്നൊരക്ഷരം മിണ്ടാതെ എല്ലാവരും ഓ അംബ്ര എന്ന് റാൻ മൂളുകയും ചെയ്യുന്നതാണോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം? പിണറായി വിജയൻ വസന്ത്, നോക്കൂ, ആ വിഷയത്തിന് CPIMന്റെ താരതമ്യത്തിലേക്ക് പോയുള്ള മറുപടി അതിലേക്ക് ഞാൻ വരാം. വസന്തിനുള്ള സമയമുണ്ട്. ഫസ്റ്റ് ചോദ്യം ഡയറക്റ്റ് ആണല്ലോ. ഇന്ന് ഈ തെരുവിൽ കാണുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നാണോ വസന്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ അതിനെ വിശദീകരിക്കുന്നത്? അല്ലല്ലോ അസിത, ഞാൻ പറയുന്നത് തെരുവ് യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടി അവർ MLA-മാരുടെ അഭിപ്രായം തരും, MP-മാരുടെ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തരും, ഘടകകക്ഷികളുടെയും സോഷ്യൽ ഫ്രാക്ഷനുകളുടെയും അഭിപ്രായം തേടും. അതിനുശേഷം ഒടുക്കം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. എങ്ങനെയാണ് ഇതിനു മുമ്പ് ഈ സംസ്ഥാനത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ, പ്രധാനമന്ത്രിമാരെ ഒക്കെ തീരുമാനിച്ചത്? അത് പാർലമെന്ററി പാർട്ടിയെ കേട്ടാണ്. ആദ്യം പാർലമെന്ററി പാർട്ടിയെ കേൾക്കും, പിന്നീട് ഘടകകക്ഷികളുണ്ടെങ്കിൽ അവരെ കേൾക്കും, ഒരു സോഷ്യൽ ഫ്രാക്ഷനുകളെ കേൾക്കും, ഏറ്റവും ഒടുക്കം ജനങ്ങളുടെ വികാരത്തെ കൂടി മാനിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും. സാധാരണ ഹൈക്കമാൻഡ് നിരീക്ഷകരെത്തും. അവർ പാർലമെന്ററി പാർട്ടിയിലുള്ള എല്ലാ MLA-മാർ അല്ല MP-മാർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അത് ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം ഈ നിരീക്ഷകർ പാർലമെന്ററി പാർട്ടിയെ അറിയിക്കും. ആ പാർലമെന്ററി പാർട്ടിയിൽ ആരെയാണോ നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ പേര് ഒരു MLA നിർദ്ദേശിക്കും, മറ്റൊരു MLA പിന്താങ്ങും. അങ്ങനെ പാർലമെന്ററി പാർട്ടി ആ തീരുമാനവുമായി ഗവർണറെ കാണും. ഇതാണ് തീരുമാനം. ആ തീരുമാനം തന്നെയാണ് ഇതാണ് നടപടിക്രമം. ഈ നടപടിക്രമങ്ങളൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ നടപടിക്രമത്തിന്റെ ഒടുവിൽ MLA-മാർ പറഞ്ഞ പിന്തുണയുടെ ഒരു ലിസ്റ്റ്
ലീക്കായതാണ് ആ ലിസ്റ്റ്. ഒരു നിരീക്ഷകനായി വന്ന മുകുൾ വാസ്നിക്കിന്റെ കയ്യിൽ ആ ലിസ്റ്റ് ഇരിക്കുന്നത് മാധ്യമപ്രവർത്തകർ പകർത്തുകയായിരുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ പകർത്തുകയായിരുന്നു. അപ്പോൾ ആ ദൃശ്യം പുറത്തു വരുമ്പോൾ അതിലൊക്കെയും KCയുടെ നേരെയാണ് ടിക്ക് വരുന്നത്. അതിൽ ഒരാൾ മാത്രം VD അനുകൂലിച്ചു എന്ന് അദ്ദേഹം പിന്നീട് പുറത്ത് പറഞ്ഞതാണ്. VD എന്ന് പറഞ്ഞില്ല, പക്ഷേ VD സതീശനെ ഞാൻ അപ്പോൾ തന്നെ ഇത് അറിയിച്ചു എന്ന് പറഞ്ഞാൽ ആ പിന്തുണ VDക്ക് തന്നെ. ആ പിന്തുണ അതിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. അതിന് പിന്നാലെയാണ് കേരളത്തിലുടനീളം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട നിലയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത് വസന്ത്. അപ്പോൾ ഈ പ്രക്രിയയെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് സ്വാഭാവികമായും VDക്ക് അവന് തോന്നുന്ന സംശയം. അതുകൊണ്ടാണ് KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നാൽ തോൽപ്പിക്കും. നോക്കൂ, ACCയുടെ ചുമതലയുള്ള ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, തോൽപ്പിക്കുമെന്ന് പറയുകയാണ് പ്രവർത്തകർ. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അസിത, സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഐഡികളുടെ റിപ്പോർട്ടുകൾക്ക് അല്ലെങ്കിൽ കമന്റുകൾക്ക് മറുപടി പറയാൻ സോഷ്യൽ മീഡിയ കമന്റ് അല്ല. കണ്ണൂരിൽ നിന്ന് നടന്ന പ്രതിഷേധം കേൾക്കണോ? പിന്നെ ആരാ പറഞ്ഞത്? കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. കണ്ണൂരിൽ നിന്ന് നടന്ന പ്രതിഷേധം കേട്ടിട്ട് പോകാം. അനുകൂലമായി പ്രകടനം ഉണ്ടായിട്ടില്ലേ? KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് സജി ജോസഫിനെ ജയിപ്പിക്കാൻ അറിയുമെങ്കിൽ അത്ര വിദൂരമല്ല. അതുപോലെ നമ്മൾ പൊട്ടിച്ചടക്കിടും. വസന്ത, മുഖമില്ലാത്ത ഐഡികളല്ല കോൺഗ്രസിന്റെ വിജയത്തിനായി തെരുവിൽ പണിയെടുത്ത പച്ചയായ മനുഷ്യർ. അല്ല, ഞാൻ അതിന് ഉത്തരം പറയാലോ അസിത. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളല്ലല്ലോ. വളരെ കൃത്യമായി പറയാം. ഇതിപ്പോൾ വൈകാരികമായി പ്രകടനങ്ങൾ നടക്കുന്നു. അത് KCക്ക് അനുകൂലമായി നടക്കാം, VDക്ക് അനുകൂലമായി നടക്കാം, രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി നടക്കാം. അതിൽ ചില ആൾക്കാർ അങ്ങനെ പ്രകടിപ്പിക്കും. ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ നാളെ KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഇനി നാളെ അസിത സഹീർ തന്നെയോ മത്സരിക്കാൻ വന്നാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരായി ഒരു കോൺഗ്രസ് പ്രവർത്തകനും, ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിൽ, ആ 5 രൂപ മെമ്പർഷിപ്പ് പേറുന്നത് ആത്മാഭിമാനമുള്ള ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും കൈപ്പത്തി ചിഹ്നത്തിൽ വരുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആരും പണിയെടുക്കില്ല. അത് VD സതീശനെതിരാവട്ടെ, KC വേണുഗോപാലിനെതിരാവട്ടെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരാവട്ടെ, ഏത് ആളാണെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ വരുന്ന ആൾ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അയാൾ ജയിക്കും. അയാൾ ഏത് മണ്ഡലത്തിലാണെങ്കിലും ജയിക്കുമെന്ന് സംശയം വേണ്ട. ഞാൻ KC എന്നല്ല പറയുന്നത്, അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് VS-ന് അനുകൂലമായി ഇത്തരം പ്രകടനങ്ങൾ നമ്മൾ തെരുവിൽ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ. അതിനുശേഷം VS-ന് അനുകൂലമായി പ്രകടനം നടത്തിയ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ പിന്നീട് CPM-ൽ ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. VS-ന് അനുകൂലമായി സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായതിനു ശേഷം സംസാരിച്ച പല നേതാക്കളും ഒതുക്കപ്പെടുന്നത്, വെട്ടപ്പെടുന്നത്, വെട്ടി നിരത്തപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ? എന്നാൽ ഇന്ന് തെരുവിലിറങ്ങി ഏതെങ്കിലും ഇപ്പൊ പരസ്യമായി ഇത്തരം വിഴുപ്പല്ലക്കളികളിലേക്ക് പോയാൽ നടപടി ഉണ്ടാകുമെന്ന് KPCC പറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രകടനങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിന്റെ പേര് ആരെയും നാക്കിറക്കാനൊന്നും ഈ പാർട്ടി പ്രതിഷേധം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ ആ സൗന്ദര്യത്തിനെതിരെ നടപടി ഉണ്ടായല്ലോ വസന്ത്. ജനാധിപത്യത്തിന് അപ്പോൾ അത്രയും സൗന്ദര്യം മതിയോ? സൗന്ദര്യത്തിന് ലിമിറ്റ് ഉണ്ടോ? എവിടെയാ നടപടി ഉണ്ടായത്? എവിടെ നടപടി ഉണ്ടായില്ലേ? ഇടുക്കി DCC-യിൽ നടപടി ഉണ്ടായില്ലേ? 4 പേരെ പദവികളിൽ നിന്ന് നീക്കിയില്ലേ? അതിനെതിരെ ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നില്ലേ? ഒരിടത്തും നടപടി ഉണ്ടായത് എനിക്കറിയില്ല. നടപടി അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അതാണോ സൗന്ദര്യത്തിൽ? അപ്പോൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിനെതിരെ എങ്ങനെയാണ് നടപടി ഉണ്ടാകുന്നത്? എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഞാൻ 4 പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് ഇടുക്കി DCC. ആയിക്കോട്ടെ. ഞാൻ പറയട്ടെ. അങ്ങനെ പറയാൻ അനുവദിക്കുന്നേ. അങ്ങ് CPM ലൈൻ പിടിക്കാതെ അങ്ങ് കുറച്ച് കോൺഗ്രസ് ആവ്. ഞങ്ങളെ പോലെ ബാക്കിയുള്ളവർക്ക് ജനാധിപത്യത്തിന്റെ ലൈനാണ് കോൺഗ്രസ്. CPM ലൈൻ ഞാൻ അങ്ങ് CPM ആണെന്ന് പറഞ്ഞില്ല. ഒരു ലൈനും ഇല്ല, ഒറ്റ ലൈനേ ഉള്ളൂ. ആ ലൈൻ ജനാധിപത്യത്തിന്റെ ലൈനാണ്. വസന്ത് പറയൂ. അപ്പൊ എനിക്ക് പറയാനുള്ള അവസരം തരണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ മാൻഡേറ്റ് ജനം നൽകിയിരിക്കുന്നു. ആ മാൻഡേറ്റ് നൽകിയിരിക്കുന്ന ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ആ മാൻഡേറ്റ് കിട്ടി ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഈ കീഴ്വഴക്കം അനുസരിച്ച് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, വിജയിച്ചു വന്നിരിക്കുന്ന രാജാവിനും ആ ടീമിനും
പട്ടാഭിഷേകം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, പക്ഷെ തോറ്റുപോയിരിക്കുന്ന ടീമിനെ ആര് നയിക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അവിടെ തോറ്റമ്പി നിൽക്കുന്നവരെ ആര് നയിക്കാനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആ ടീമിനെ നയിച്ച, ആ സൈന്യത്തെ നയിച്ച സൈന്യാധിപൻ ഇതാ ഈ 48ാമത്തെ മണിക്കൂറിലും കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഏതോ മച്ചിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എവിടെ പിണറായി വിജയൻ? എന്താ തോറ്റതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വിശദീകരണം എന്താ? പ്രതിപക്ഷ നേതാവ് ആര് നയിക്കും? പിണറായി വിജയൻ നയിക്കേണ്ട എന്ന് CPI പറഞ്ഞില്ലേ? എന്താ ചർച്ചയില്ലാത്തത്? 10 വർഷം ആ മുന്നണിയെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, അയാൾ ഇനി പ്രതിപക്ഷത്തെ നയിക്കണ്ട എന്ന് ഘടകകക്ഷി പറഞ്ഞില്ലേ? CPI പറഞ്ഞില്ലേ? അതിനേക്കാളും വലിയ വാർത്തയാണോ ഇത്? കോൺഗ്രസിനെ സംബന്ധിച്ച് ശരി വസന്ത്, ഞാൻ മടങ്ങി വരാം. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. എന്തായാലും 2 കാലിലും മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവരെ നോക്കി ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ രസമുണ്ട്. ശരി, പൂർത്തിയാക്കിക്കോളൂ. 10 സെക്കൻഡ് അല്ല കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ ഘട്ടത്തിൽ അത് പറയണ്ടേ? അങ്ങ് കുറച്ച് പരിഹാസ രൂപേണ പറഞ്ഞ ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഉണ്ടല്ലോ, അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിബേറ്റബിൾ ആണ്. പക്ഷേ അത് സ്വാഭാവികമായും കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസിൽ അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വെളിയിലേക്ക് വരാറുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഒരുപാട് പേർ ചർച്ച ചെയ്യട്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും പാർട്ടിയിൽ BJP-യിലോ CPM-ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജയിച്ചു വന്നിരിക്കുന്ന MLA-മാർ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ തീരുമാനിക്കുന്നത്? ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരെയും അതിനോടൊപ്പം തന്നെ ആ പാർട്ടിയിലെ MP-മാരെയും അതിനോടൊപ്പം തന്നെ ജനാഭിപ്രായത്തെയും ഒരേ രീതിയിൽ പരിഗണിക്കാനുള്ള ശ്രമം നടക്കുന്നത് CPM-ൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജയിച്ചു വന്നിരിക്കുന്ന MLA-മാർക്ക് എന്തെങ്കിലും വല്ല CPM കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിവിടെ കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ അതിന്റെ ചില ഡീമെറിറ്റ്സ് ഉണ്ട്, ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. അതുകൂടി സഹിക്കേണ്ടതായി വരും. ശരി, അവിടെ 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, അങ്ങനെ MLA-മാർക്ക് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിനെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യത്തിനെതിരെ അവർ ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുമ്പോൾ അതിനെതിരെ നടപടി ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ കാര്യം. 2, MLA-മാരെ കേൾക്കാനായി വരുന്ന ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ ഞാൻ പറഞ്ഞ പേര് രേഖപ്പെടുത്തിയില്ല എന്ന് നിയുക്ത MLA-മാർക്ക് പിന്നീട് പുറത്തു വന്ന് പറയേണ്ട സാഹചര്യവും ഉണ്ടാകരുത്. അവിടെയാണ് പ്രശ്നം. ഞാൻ മടങ്ങി വരാം. PK ഗോപൻ, മുൻപ് ഇപ്പോൾ വസന്ത് പറഞ്ഞ നിലയിൽ VS-ന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്, പാർട്ടിയെ ജനങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് CPI-ന് ഒരു പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിൽ ഇപ്പോഴും ധാരണയില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴാണോ നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഞങ്ങളാരും പരിഹസിക്കാൻ പോയിട്ടില്ല അസിതെ. കേരളത്തിലെ ജനങ്ങളാണ് പരിഹസിക്കുന്നത്. അദ്ദേഹം ഇവിടെ പരാമർശിച്ചത് കേട്ടാൽ തോന്നും CPIM-ഉം അല്ലെങ്കിൽ ലെഫ്റ്റും UDF-ഉം തമ്മിലുള്ള തർക്കം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന്. അല്ലല്ലോ. ആ തർക്കം ഇലക്ഷനോടുകൂടി താൽക്കാലികമായി പര്യവസാനിച്ചില്ലേ? ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കം താൽക്കാലികമായി പര്യവസാനിച്ചില്ലേ? ഇനി ഭരണം തുടങ്ങുമ്പോഴല്ലേ ഉള്ളൂ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ. ഇപ്പോൾ ആ വിഷയമില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിസ്മയം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതി ഇലക്ഷനിലെ റിസൾട്ടായിരിക്കും വിസ്മയം, അല്ലെങ്കിൽ ചിലരെ പ്രത്യേകമായി സ്ഥാനാർത്ഥികളാക്കി അവതരിപ്പിക്കുന്നതായിരിക്കും വിസ്മയം. പക്ഷേ വിസ്മയം എന്ന് ഇന്ന് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഇന്നലകളിൽ കണ്ടു. തമിഴ്നാട്ടിലൊക്കെ സംഭവിക്കുന്നത് പോലെ വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് പെട്രോൾ ഒഴിക്കുന്നു, ഒരാൾക്ക് വേണ്ടി വാദിക്കുന്നു. അദ്ദേഹം ശബ്ദിച്ചില്ല, ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ കേരളത്തിൽ പാടില്ല എന്ന് ഈ മൂവരും പറയുന്നില്ല. KPCC-യുടെ ഉന്നത നേതൃത്വത്തിൽ ആരും പറയുന്നില്ല ഇങ്ങനെയുള്ളൊന്നും നടത്താൻ പാടില്ല എന്ന്. പരസ്പരം മത്സരിച്ച് പ്രകടനം നടത്തുന്നു. കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമായിട്ട് അത് മാറുന്നു. എന്നിട്ട് മറ്റൊരു അഖിലേന്ത്യാ നേതാവ് വന്ന് മത്സരിച്ചാൽ തോൽപ്പിക്കുമെന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള ഒളിക്യാമറയിലൂടെ പറയുന്ന കാര്യമല്ല, പരസ്യമായി കോൺഗ്രസിന്റെ ഘടകങ്ങളിൽപ്പെട്ട പ്രവർത്തകർ പറയുകയാണ്. അതിലേക്ക് ഞാൻ വരാം. ഇതിങ്ങനെ താരതമ്യം ചെയ്യേണ്ട വിഷയമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 മിനിറ്റിനകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റാണ് പറഞ്ഞത്. ഏതായി 5 മിനിറ്റ്? ഇപ്പം ദിവസങ്ങൾ എത്രയായി? എന്ത് സംഘർഷമാണ് നടക്കുന്നത്? ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു തെറ്റിപ്പോയ പ്രശ്നം എന്താണെന്നറിയോ? സ്വയം കേസ് വാദിച്ച് തോക്കുന്നത് എങ്ങനെയാ? ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എടുത്തില്ലല്ലോ. അപ്പം നടപടി എടുക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മൗലികമായ കടമയാണ്. പക്ഷേ ഞങ്ങൾ എടുത്തില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? അപ്പോൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാണോ നടപടി എടുക്കുമെന്ന് പറഞ്ഞത്? ഭീഷണിപ്പെടുത്തലാണോ? നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നാൽ അത് അച്ചടക്കം, നിങ്ങളുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ ജനാധിപത്യം. ദയവായി ലോകത്ത് നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലൂടെ ഉരുവം കൊണ്ട ജനാധിപത്യം എന്ന പ്രക്രിയയ്ക്ക് തമ്മിലടി എന്ന പര്യായപദം കൊടുക്കരുത്.
ജനാധിപത്യത്തിൻ്റെ പര്യായപദം തമ്മിലടിയല്ല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യം തമ്മിലടിയല്ല, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ സംഘർഷത്വമായിട്ട് താരതമ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ സംഘർഷമാക്കി അതിൻ്റെ പര്യായപദം ഉണ്ടാക്കുന്നത്. അതുപോലെ അച്ചടക്കം എന്നുള്ളത് ഏകാധിപത്യമല്ല. ഒരു പാർട്ടി അച്ചടക്കം, ഒരു കുടുംബത്തിലെ അച്ചടക്കം, ഒരു സമൂഹത്തിൻ്റെ അച്ചടക്കം, ഒരു സംഘടനയുടെ അച്ചടക്കം, അത് ഏകാധിപത്യം എന്ന് നിങ്ങൾ പേര് കൊടുക്കരുത്. അച്ചടക്കത്തെ നിങ്ങൾ ഏകാധിപത്യമായിട്ട് കരുതുക, ജനാധിപത്യത്തെ തമ്മിലടിയായിട്ട് കരുതുക. ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെ പുതിയ തലമുറ, പൊളിറ്റിക്കൽ സയൻസ് പ്രത്യേകം എടുത്ത് പഠിക്കാത്ത തലമുറയിൽപ്പെട്ടവർ കരുതും ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ബഹളത്തിനാണ് ജനാധിപത്യം എന്ന് അവർ തെറ്റായിട്ട് കരുതും. അങ്ങനെ പുതിയ തലമുറയെ നിങ്ങൾ വഴിതെറ്റിക്കരുത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതല്ല. ഇനി ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ എവിടെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ ഫ്ലക്സ് ബോർഡ് വെച്ചോ? കേരളത്തിൽ ഇന്ന ആളുകൾ പ്രതിപക്ഷ നേതാവിനെ ആവശ്യപ്പെട്ട് ബഹളം നടക്കുന്നോ? എപ്പോഴാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ വേണ്ടുന്നത്? CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ അവകാശപ്പെട്ട പാർട്ടി അക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. എപ്പോഴാണ് ഇത് ജനത്തോട് പറയേണ്ടത്? ആ സന്ദർഭത്തിൽ പറഞ്ഞാൽ പോരെ? അതിനു മുമ്പ് ഇന്നയാൾ പ്രതിപക്ഷ നേതാവാകണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നോ? നിങ്ങൾ CPIയുടെ അഭിപ്രായം പറഞ്ഞു, CPI പത്രസമ്മേളനം നടത്തി പറഞ്ഞോ ഇന്നയാൾ പ്രതിപക്ഷ നേതാവാകണമെന്ന്? നിങ്ങൾ CPIയുടെ കമ്മിറ്റിക്കകത്ത് നടന്ന ചർച്ചയെക്കുറിച്ചല്ലേ പറഞ്ഞു? അപ്പം ചർച്ചകളൊന്നും കമ്മിറ്റി നടക്കണ്ടേ? അതല്ലേ ജനാധിപത്യം? കമ്മിറ്റി അവരവരുടെ പാർട്ടികൾക്കകത്ത് അവരവരുടെ സംവിധാനത്തിനകത്ത് അഭിപ്രായം പറയുക. അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് അതിൽ നിന്ന് ശരിയായ രൂപത്തിലേക്ക് എത്തുക. അതാണ് ജനാധിപത്യ പ്രോസസ്സ്. അത് ആ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കട്ടെ, CPIയിലും CPMലും ഒക്കെ നടക്കട്ടെ. അതല്ലാതെ വേറെന്താ അതിനകത്ത്? ഇനി VSന്റെ പ്രകടനം, ഇവിടെ VSന്റെ പ്രകടനവും നിങ്ങളുടെ 3 പേരുടെ പ്രകടനവും തമ്മിൽ കമ്പാരിസൺ ആണെങ്കിൽ അത് ചർച്ച ചെയ്യാം നമുക്ക്. VSന്റെ പ്രകടനം നടന്നവർ അങ്ങ് തന്നെ പറഞ്ഞല്ലോ പാർട്ടിക്കകത്തില്ലെന്ന്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് പ്രകടനം നടത്തിയവരെ പുറത്താക്കാൻ ഒരിക്കലും നിങ്ങളുടെ പാർട്ടി കാണത്തില്ല. അപ്പോൾ ഒരു തെറ്റായ ഞങ്ങൾ ഇനി MLAമാരുടെ സ്വാതന്ത്ര്യം, MLAമാരെ തീരുമാനിക്കുന്ന ആരാ? തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. പക്ഷേ നിങ്ങൾ MLA സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കുന്ന ആരാ? ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വതന്ത്രരായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് അതിൻ്റെ നേതാവിനെ തീരുമാനിക്കുന്നത്. ഒരാളെ MLA ആക്കാൻ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിക്കാണ് അതിൻ്റെ നേതാവിനെ തീരുമാനിക്കാൻ അവകാശം. നിങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ MLAമാരുടെ അഭിപ്രായം കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാർലമെൻ്ററി പാർട്ടി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ പേരുകൾ പറയാൻ പറയുക. ഭൂരിപക്ഷം കിട്ടുന്ന ആളെ അങ്ങ് എടുത്താൽ പോരെ? അപ്പം നിങ്ങളുടെ MLAമാരുടെ അഭിപ്രായം അല്ല അവിടെ പരിഗണിക്കുന്നത്. പല സ്റ്റേറ്റുകളിലും അങ്ങനെയല്ല പരിഗണിച്ചത്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. എനിക്കൊരു ചെറിയ ചോദ്യത്തിന് മറുപടി പറയണം. വസന്തിൻ്റെ സമയത്ത് പറഞ്ഞാൽ മതി. എന്നെ വെറുതെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഈ ചോദ്യം വേറൊരു ചാനലിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ മറുപടിയില്ല, പറിച്ച് നമ്മളെ ആക്ഷേപിക്കുക. എൻ്റെ ചോദ്യം ഇതാണ്. AIC എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളുടെ ഏത് ഘടകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഭരണഘടനയിലുള്ളത്, കോൺഗ്രസിൻ്റെ ഭരണഘടനയ്ക്കകത്ത് പറയുന്ന ഏത് സംവിധാനവും ഞങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഹൈക്കമാൻഡ് കോൺഗ്രസ് ഭരണഘടനയ്ക്ക് വിധേയമാണോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന ഒരു സംവിധാനമാണോ ഹൈക്കമാൻഡ്? അങ്ങനെയാണെങ്കിൽ ആ ഹൈക്കമാൻഡിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? ഇതൊന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയാൽ കൊള്ളാം. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈക്കമാൻഡിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ഭരണഘടനാപരമായി കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഹൈക്കമാൻഡ് എന്നൊരു സംവിധാനം ഉണ്ടോ? വർക്കിംഗ് കമ്മിറ്റിയെ പോലെ AICCയെ പോലെ ഒരു സംവിധാനം ഉണ്ടോ? ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, കോൺഗ്രസിന്റെ കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പറഞ്ഞത്. എന്തായാലും ലീഗ് അഭിപ്രായം പറയേണ്ടവരാണ് എന്ന ബോധ്യത്തിലായിരിക്കുമല്ലോ ഈ പറഞ്ഞ ഹൈക്കമാൻഡ് ലീഗിന്റെ കൂടി അഭിപ്രായം ചോദിക്കുന്നത്. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേൾക്കാമെന്നുള്ളതായിരുന്നു കേരളത്തിൽ വന്ന നിരീക്ഷകർ പറഞ്ഞതെങ്കിലും ഘടകകക്ഷികൾ ഒരുമിച്ച് ചെന്ന് അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അഭിപ്രായം പറയേണ്ടതില്ല, ഒരുമിച്ച് അഭിപ്രായം പറയാമെന്ന് ഘടകകക്ഷികൾ തീരുമാനിക്കണമെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം, എല്ലാവരുടെയും പേര് ഒറ്റ ഒന്ന് തന്നെയായിരുന്നു. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല മികച്ച വിജയമുണ്ടായൊരു തെരഞ്ഞെടുപ്പായിരുന്നത്. ഏകദേശം 102 സീറ്റ് നേടുക എന്നതൊക്കെ ചരിത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നല്ല മികച്ച വിജയമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചുമതല കൂടിയാണ് അവരുടെ യോഗം കൂടി തീരുമാനമെടുക്കുക എന്നത്. ഇവിടെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കുറേ നാളുകളായി ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി
അത്ര പരിചയസമ്പന്നതയില്ലാത്ത ഒരു പാർട്ടിയല്ല. കോൺഗ്രസിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, കേന്ദ്രമന്ത്രിസഭയിൽ പങ്കാളിത്തമുള്ളവരായിരുന്നു, ഒരുപാട് സ്റ്റേറ്റ് ഇപ്പോഴും ഭരിക്കുന്നവരാണ്, സംസ്ഥാന മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തവരാണ്. മറ്റ് കക്ഷികളിൽ നിന്നൊക്കെ വിഭിന്നമായി അഭിപ്രായ സ്വാതന്ത്ര്യം കുറച്ചധികമുള്ളൊരു പാർട്ടിയുമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഒരു തമാശയുണ്ട്, കൊല്ലനും കൊല്ലേത്തിയും എന്നും വഴക്കാണ്, കാലം അടുക്കുമ്പോൾ കുഞ്ഞൊന്നുറപ്പാണ്. ആ കുഴപ്പം കണ്ട് കുഞ്ഞുണ്ടാകില്ല എന്ന് ആരും കരുതരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു നല്ല മുഖ്യമന്ത്രി തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധമായി യോഗം ചേർന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഹൈക്കമാൻഡാണ് പിന്നീട് തീരുമാനിക്കേണ്ടത്. മുസ്ലിം ലീഗ് പാർട്ടി കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിച്ച്, ഘടകകക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച് അന്തിമമായ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മറ്റൊരു അഭിപ്രായമുണ്ട് എന്ന് പറയാനാവില്ല. പിന്നെ അങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഞങ്ങളാകട്ടെ അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ ഘടകകക്ഷികൾ ആരും തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോഷക ഘടകങ്ങളല്ല. അവരൊക്കെ വ്യക്തമായ സ്വാതന്ത്ര്യവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ അവരുടേതായ അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട ഏറ്റവും വലിയ കക്ഷിയുടെ ഉന്നതമായ നേതൃത്വത്തിന് മുമ്പിൽ വെക്കുന്നത്. ആ അഭിപ്രായം അനുസരിച്ച് അവർ തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ എ സജീവൻ, ഇതുവരെ വയലൻസ് ഒന്നും ഇല്ലാതെ ഒരു കോമഡി സിനിമ കാണുന്ന മൂഡിലാണ് കേരളത്തിലെ ജനങ്ങൾ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പിടിവലികൾ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലികൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നോക്കൂ, പൊടുന്നനെ ഈ സാഹചര്യം ആകെ മാറുകയാണ്. ഒരു പ്രവർത്തകൻ ദേഹത്താകെ പെട്രോളൊക്കെ ഒഴിച്ചാണ് തെരുവിൽ നിന്നും VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ കത്തിക്കും, സ്വയം കത്തിക്കുമെന്ന് പറയുന്നത്. പിന്നീട് ഈ പ്രതിഷേധത്തിനിടെ ഫ്ലെക്സുകൾ, ഉമ്മൻചാണ്ടിയുടെ പടമുള്ള ഫ്ലെക്സുകൾ വലിച്ചു കീറുന്നതടക്കം വലിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലേക്ക് വന്ന നിരീക്ഷകർ അതിലൊരാളുടെ കയ്യിലിരുന്ന ലിസ്റ്റ് ഒരു മാധ്യമ പ്രവർത്തകൻ പകർത്തുകയാണ്. അതിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ KC അനുകൂലികളായിരുന്നല്ലോ മത്സരിച്ചവരിൽ കൂടുതൽ. അവരൊക്കെ KCക്ക് തന്നെ പിന്തുണ അറിയിക്കുന്നു, അവിടെ ടിക്ക് രേഖപ്പെടുത്തുന്നു. പക്ഷേ ഒരാൾ മാത്രം, ഉദുമയിലെ നിയുക്ത MLA നീലകണ്ഠൻ മാത്രം ഞാൻ VDക്കാണ് പിന്തുണ എന്ന് പറയാതെ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ ഞാൻ VD സതീശനെ വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ VD സതീശൻ അർപ്പിച്ച പിന്തുണ പക്ഷേ ആ ലിസ്റ്റിൽ രേഖപ്പെടുത്തുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നിയുക്ത MLAമാർക്കും കോൺഗ്രസിന്റെ അനുഭാവികൾക്കും ഹൈക്കമാൻഡിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതുകൂടിയാണോ ഈ വലിയ പ്രതിഷേധങ്ങളുടെ അർത്ഥം? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളായിട്ട് വന്ന ആളുകൾ തന്നെ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ പല ആളുകളും സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ ഈ മത്സരരംഗത്തുള്ള, ഞങ്ങൾ ഉണ്ട് എന്ന് പറയാതെ മത്സരരംഗത്ത് നിൽക്കുന്ന 3 പേരും ഞങ്ങളില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്രയും തർക്കം നടക്കുമ്പോൾ ഇവർക്കൊക്കെ വേണ്ടി പാലഭിഷേകം നടത്തുകയോ ഗോഗോ വിളിക്കുകയോ പ്രകീർത്തിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി നിങ്ങളാരും ഇങ്ങനെ കെട്ടി ഇറങ്ങേണ്ട എന്ന് ഈ 3 പേരും പറയാത്തിടത്തോളം ഇവർ ഈ കളികളിലെ നായകന്മാരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് എല്ലാ കളികളും ഇവർ കളിക്കും. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഹൈക്കമാൻഡ് ഇവിടെ തലയെണ്ണാൻ വരുന്നു. ഇവിടെ വസന്ത് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റമുണ്ട്, ആ സിസ്റ്റമാണ് നടക്കുന്നതെന്ന്. വസന്തിന് പരിചയമുള്ളതിനേക്കാൾ കൂടുതൽ ഈ കുറച്ചു കാലത്ത് രാഷ്ട്രീയ പരിചയം എനിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഈ രീതിയിൽ ഇവിടെ സാധാരണഗതിയിൽ MLAമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ യോഗം വിളിക്കുന്നു, അവർ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നയാളാവണമെന്ന് ഭൂരിപക്ഷാഭിപ്രായം പറയുന്നു, അങ്ങനെ ഭൂരിപക്ഷത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കുന്നു എന്നുള്ളതൊക്കെ പറയാം. പക്ഷെ അതാണ് ഇവിടെ നടക്കാറുള്ളത്? അതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ
അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞത് വസന്ത് പറഞ്ഞതിന് തികച്ചും വിരുദ്ധമായ കാര്യമാണ്. കോൺഗ്രസിലെ സിസ്റ്റം ഇതാണ് എന്ന് വസന്ത് പറയുമ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടി കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ എനിക്ക് പരിചയമുള്ളിടത്തോളം നമ്മളൊക്കെ ഈ കേരള രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ ആഴത്തിൽ പഠിക്കുകയോ പഠിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. ഇത് കേരളത്തിലെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആർ ശങ്കർ മുതലാണല്ലോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ടാവുന്നത്. ആർ ശങ്കർ മുതൽ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി, ഈ ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നയാളെ ആക്കട്ടെ എന്ന് ഒരു ഘടകകക്ഷിയോടും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പാടില്ല. അതങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ലീഗ് അവർക്ക് 4 മന്ത്രിമാരെ അല്ലെങ്കിൽ 5ാമത്തെ മന്ത്രി ഉണ്ടായേക്കാം. അപ്പോൾ ഈ മന്ത്രിമാർ തീരുമാനിക്കുന്നത് കോൺഗ്രസിനോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി വേണോ, ഷാജി വേണമോ, മറ്റാരെങ്കിലും വേണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ പാർട്ടിയാണത്, അവരുടെ അധികാരമാണ്. അതേപോലെ കോൺഗ്രസിനും അധികാരമുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും പറയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇവിടെ നമ്മളാരും ഇവരോട് ബഹളമുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ചിട്ട് അവർക്കിതൊക്കെ ചെയ്യാം, അതിന് സമയമെടുക്കാം. ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ വെച്ചുകൊണ്ട് ഈ പ്രോസസ്സ് മുഴുവൻ നടക്കാം. നമ്മളാരൊന്നും പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഭീകരമായൊരു, താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വരട്ടെ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ അറിയുന്ന പോലെ തന്നെ തോൽപ്പിക്കാനും അറിയാമെന്ന് പറയുന്നത് CPM-കാരല്ല, CPI-ക്കാരല്ല, BJP-ക്കാരല്ല, മറ്റാരുമല്ല, കോൺഗ്രസ്സുകാരാണ്. ലീഗുകാർ പോലുമല്ല, കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. ഞങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവ്, ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ നേതാവിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ വളരെ മോശമായ രൂപത്തിൽ താങ്കൾ പറഞ്ഞ പോലെ കോമഡിയായി തുടങ്ങിയത് അക്രമത്തിലേക്ക് പോകുന്നു, അതൊരു വയലൻസിലേക്ക് പോകുന്നു, ഇനി ട്രാജഡിയിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ മണ്ണെണ്ണ ഒഴിച്ചുള്ള പരിപാടികളൊക്കെ, പെട്രോൾ ഒഴിച്ചുള്ള പരിപാടികളൊക്കെ പോകുന്നു. ഇപ്പൊ ഇത് സത്യത്തിൽ നമ്മൾ ആരും പറഞ്ഞു ചെയ്യിച്ച ഒരു പ്രതികരണം വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോറി, രമേശ് ചെന്നിത്തല അവരിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഡൽഹിയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ഒബ്സർവേഴ്സ് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷമുള്ള ചർച്ചകൾക്കായിരിക്കും അവർ വിളിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് പ്രസിഡന്റും ശ്രീ രാഹുൽ ഗാന്ധിയും കൂടി കേരളത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ശ്രേയ സജീവൻ, അവർ ഡൽഹിക്ക് പുറപ്പെടുന്നതിന് മുൻപുള്ള പ്രതികരണമാണ്, താങ്കൾക്ക് തുടരാം. അല്ല, ഇപ്പോൾ രമേശ് പറഞ്ഞ പോലെ നമ്മൾ നോക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞുള്ള കാര്യം, അദ്ദേഹം ഈ രംഗത്തില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തെ വിളിച്ചിട്ട് പോകുന്നു. അതിൻ്റെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളുടെയൊക്കെ പ്രശ്നം അത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് അനുകൂലികൾ ചെയ്താലും, ഈ സതീശൻ്റെ അനുകൂലികൾ ചെയ്താലും, ഈ KC വേണുഗോപാലിൻ്റെ അനുകൂലികൾ ചെയ്താലും ഇതൊക്കെ ഇവരുടെ അറിവോട് കൂടിയിട്ടോ ഇവരുടെ സമ്മതത്തോടു കൂടിയോ, അല്ലെങ്കിൽ അവർ നിഷേധിക്കണം. ഇങ്ങനെയുള്ള പരിപാടികൾ കോൺഗ്രസിൽ പറ്റില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പരസ്യമായിട്ട് ഒരു പ്രതിഷേധവും പരസ്യമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനവും പാടില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് KPCC പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. ഞങ്ങൾ തോൽപ്പിക്കും, ജയിപ്പിക്കും എന്നൊക്കെ പറയുന്നു, പോസ്റ്ററിൽ കരിയോയിൽ ഒഴിക്കുന്നു, ആത്മഹത്യാ ഭീഷണി നടത്തുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇവരുടെ താല്പര്യമാണ്. നമ്മൾ ഈ പ്രോസസ്സിനെ കുറിച്ച് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ വിളിപ്പിച്ചു, ദീപാദാസ് മുൻഷി പറഞ്ഞിട്ട് രമേശ് അവിടെ പോകുന്നു, അതിന് ശേഷം ചർച്ചകൾ നടക്കുന്നു. അതിലൊന്നും നമുക്കാർക്കും എതിർപ്പില്ല, അത് നല്ല കാര്യമാണ്, കോൺഗ്രസിനായി ചെയ്യാം. പക്ഷേ എന്തിനാണ് തെരുവിൽ ഈ യുദ്ധം? 102 ഇത്രയും സീറ്റുകൾ 100 കിട്ടുമോ എന്നുള്ള സംശയമൊക്കെ പല ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ പോലും അത് കിട്ടി. അതിനപ്പുറത്തേക്ക് കിട്ടിയിട്ട് ഈ ഇത്രയും സീറ്റ് കിട്ടിയതിന് ശേഷം എന്തിനാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും തെരുവ് യുദ്ധങ്ങളും? ഇപ്പോൾ ഇത് പറയുമ്പോൾ നേരത്തെ വസന്ത് ഇവിടെ ഉടൻ VS ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച കാര്യം നമുക്ക് ഏത് കാലത്താണെന്നറിയാം, ഇതൊക്കെ പോയ കാലമാണ്. അതുള്ളത് കൊണ്ട് CPM-ൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നതുകൊണ്ട് ഇവിടെ നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണോ? ഇത് സത്യത്തിൽ നമുക്കറിയാമല്ലോ, ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും സീറ്റ് UDF-ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ വിജയമല്ല. കോൺഗ്രസ് മാത്രം വോട്ട് ചെയ്തിട്ടാണ് ഇത് കിട്ടിയതെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈവൻ LDF CPM-ആർ പോലും വോട്ട് ചെയ്തു എന്നാണ് CPM-ൻ്റെ തോറ്റ
മത്സരത്തിൽ തോറ്റ സ്ഥാനാർത്ഥികൾ പോലും പറയുന്നത്. അപ്പോൾ ഇവിടെ സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്താണ്. അവരുടെ മുമ്പ് മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ ഇതിനൊക്കെ ചെയ്യും എന്ന് പറയുന്ന ഇതാണ് ഏറ്റവും വലിയ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെ പൂർണ്ണമായിട്ടും ചവിട്ടി അരയ്ക്കുന്ന പരിപാടിയാണിത്. അവരുടെ സമയമെടുത്തുള്ള പ്രോസസ്സിനൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ ജനാധിപത്യത്തെ അവഹേളിക്കരുത് എന്ന് മാത്രമാണ് ഇവിടെ പറയാൻ. ശരി, വസന്ത് ശ്രീക്ക് പേരുകൾ ഉയർന്നു വരുന്നതോ അതിൽ നടക്കുന്ന ചർച്ചകളെ അല്ല ഈ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വേള പരിഹാസ രൂപേണ തന്നെ അത് ഈ പ്രതിഷേധങ്ങളുടെ ഈ ചരടുവലികളുടെ സ്വഭാവം അങ്ങനെ മാറുന്നതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ. ഉമ്മൻചാണ്ടിയുടെ പടമുള്ള ഫ്ലെക്സ് വലിച്ചു കീറുകയാണ്, എന്നിട്ട് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നുവെന്ന് ഫേസ്ബുക്കിൽ കവിത കുറിക്കുന്നു. എന്താണ് വസന്ത് ഇങ്ങനെയൊക്കെ? ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നിടത്താണ് പ്രശ്നം. ഇങ്ങനെയായിരുന്നെങ്കിൽ എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് എന്തിനായിരുന്നു? എംപിമാർക്ക് മത്സരിക്കാമായിരുന്നല്ലോ, മത്സരിച്ച ശേഷം അതിൽ നിന്ന് തെരഞ്ഞെടുക്കാമായിരുന്നല്ലോ. ഇവിടെ ഇപ്പോൾ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വന്നാൽ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് പറയുന്നതിന്റെ തന്നെ ആധാരം എന്താണ്? അവിടെയാണ് പ്രശ്നം വസന്ത്. പിന്നീട് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് മുൻപ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ 3 പേർക്ക് വേണ്ടിയും റീലുകൾ ഇറങ്ങിയിരുന്നു, ഡോക്യുമെന്ററികൾ ചിത്രീകരിക്കാനായി തീരുമാനമുണ്ടായിരുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്ന ശേഷവും അത് തുടർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാലിന്റെ ഡോക്യുമെന്ററി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കമാൻഡ് അത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുന്നത്. ആ വാർത്ത പുറത്തു വരുമ്പോൾ അന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് ഇയാൾ തന്നെയല്ലേ ഹൈക്കമാൻഡ്, പിന്നെ ആരാണ് ഈ നിർദ്ദേശം കൊടുക്കുന്നതെന്ന് എന്ന് ചോദിക്കുന്ന മട്ടിലാണ് നേരത്തെ പി കെ ഗോപൻ ആ സംശയവും ചോദിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് പ്ലസ് CWC അതാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്. അത് കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതല്ല. കാലങ്ങളായി ആ സംവിധാനത്തെ നിങ്ങൾ മാധ്യമങ്ങൾ അവർ പേരിട്ട് വിളിച്ചതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്ലസ് കോൺഗ്രസ് പ്രസിഡന്റ് അതാണ് ഹൈക്കമാൻഡ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ആരെ നിയോഗിക്കുന്നോ കോൺഗ്രസ് പ്രസിഡന്റിനോട് ചേർന്ന് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമിതിയെ തീരുമാനിച്ചാൽ അതാണ് ഹൈക്കമാൻഡ്. മനസ്സിലായല്ലോ? ശ്രീ ഗോപന് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഗോപന് 2-3 ഉത്തരം പറയാനുണ്ട്, എന്നിട്ട് അസിതയിലേക്ക് ഞാൻ വരാം. ഗോപൻ പറഞ്ഞത് ഇതാ ഏതാണ്ട് ഈ 48ാമത്തെ മണിക്കൂറിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞു അത്രേ. എന്നിട്ട് എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നാണ് ഗോപൻ ചോദിക്കുന്നത്. ശ്രീ ഗോപൻ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ എന്താ റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം പറഞ്ഞത്? 4-ാം തീയതി റിസൾട്ട്, 5-ാം തീയതി സംസ്ഥാന കമ്മിറ്റി യോഗം, 6-ാം തീയതി മുഖ്യമന്ത്രി വരും. 6-ാം തീയതി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ, മുഖ്യമന്ത്രി അടങ്ങുന്ന 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രമാത്രം പ്രിപ്പയർഡ് ആയിരുന്നു നിങ്ങൾക്ക്. മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ വേണ്ടി യാതൊരു ഭയവും യാതൊരു ആശങ്കയും യാതൊരു ആകുലതയും ഇല്ലാത്ത രീതിയിൽ ആ വണ്ണത്തിൽ പ്രിപ്പയർഡ് ആയിരുന്നു നിങ്ങൾക്ക്. എന്താണ്, ആരാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത് എന്ന് പറയണ്ടേ? അതിൽ പ്രശ്നമുള്ളത് എന്താണെന്ന് അറിയുമോ? അതാണ് ശ്രീ എ സജീവൻ ഏറ്റവും അവസാന ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞത്. കോൺഗ്രസ് ആയിക്കോട്ടെ CPM ആയിക്കോട്ടെ ഇനി മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവിനെയോ ഒക്കെ സമയമെടുത്ത് തീരുമാനിക്കാം, അതിലൊരു പ്രശ്നവുമില്ല. ആ സമയദൈർഘ്യത്തെ കാലതാമസത്തെ കുറിച്ചല്ല ചർച്ച പോലും. അവിടെയാണ് പ്രശ്നം. അതാണ് ശ്രീ എ സജീവൻ വിശദീകരിച്ചത്. അല്ലല്ല, അസിത പറയുന്നത് തെറ്റാ. ഞാൻ തിരുത്താം. അസിത വെയിറ്റ് അസിത പറഞ്ഞപ്പോ ഞാൻ കേട്ടല്ലോ. അസിത വെയിറ്റ്, ഞാൻ പറയാം. അവിടെയാണ് പ്രശ്നം. എ സജീവന്റെ ആ ടേക്കിനെ അങ്ങും ഈ പാനൽ ആകെ എടുക്കുകയാണെങ്കിൽ ശ്രീ ഗോപന്റെ ആവശ്യം ഈ ചർച്ചയിലില്ല. കാരണം എന്താ? കോൺഗ്രസ് പാർട്ടി അവരുടെ മുഖ്യമന്ത്രിയെ സമയമെടുത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് CPM-ന്റെ എന്താ ആവശ്യം? പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? എന്തിനാ വേവലാതപ്പെടുന്നത്? ആ പ്രതിപക്ഷ ബഹുമാനം കൊടുത്തുകൊണ്ടാണെന്ന് പറഞ്ഞത്. CPI-യുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വാർത്ത ചോർന്നെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല. CPI പറഞ്ഞു പിണറായി വിജയൻ വേണ്ട. ഇനി മുൻ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു, ഈ പാർട്ടി സെക്രട്ടറി കാരണമാണ് ഇങ്ങനെ അധപതനം ഉണ്ടായത്. ഇല്ലേ? കുറിച്ചില്ലേ? ഇന്നലെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്ക് MV ഗോവിന്ദനെതിരായി TK ഗോവിന്ദൻ വീട്ടിൽ വന്നതിന് ശേഷം കോടിയേരിയുടെ മകൻ എന്താ സ്റ്റേറ്റ്മെന്റ് നൽകിയത് നോക്ക്. അപ്പൊ CPM-ൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണോ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയതിനെ കുറിച്ചാണ്. അതിനുശേഷം എന്തിനാണ് ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു എന്ന് ഫേസ്ബുക്കിൽ കവിത രചിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് അല്ലല്ല, ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയവൻ ആരാണെങ്കിലും അത് ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് ഔദ്യോഗികമായി ഞാൻ പറയാൻ താല്പര്യപ്പെടുക. അയാൾ ആരാണെങ്കിലും ആ കാണിക്കുന്നത് ശരിയല്ല. ഏത് താല്പര്യത്തിന്റെ പുറത്താണെങ്കിലും ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ ഒരു മനുഷ്യനെ 100% കോൺഗ്രസ് ആയിരുന്ന ഒരാളെ അയാളുടെ ഫ്ലക്സ്, അയാളുടെ ചിത്രം കീറുന്നവൻ ആരാണെങ്കിലും അവൻ ഞങ്ങളിൽ പെട്ടവനല്ല. എഴുതി വെച്ചോ.
അത് എന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എടുത്തോ. അങ്ങനെ ഒരാൾ ഈ പാർട്ടിയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ശരി, ശരി, അങ്ങനെ വസന്ത്, എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ വേഗം മറ്റ് രണ്ടാമത്തെ പോയിന്റ് കൂടി. എംപിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു? ആ അല്ലല്ലോ അത് ശരിയല്ലല്ലോ അസിത. ഈ വിഷയത്തിൽ ഞങ്ങളാണ് ഡിഫൻസിൽ നിൽക്കുന്നത്. അങ്ങനെ ഡിഫൻസിൽ നിൽക്കുമ്പോൾ അസിത അടക്കം 4 പേര് എന്നിട്ട് എനിക്ക് അതിന് മറുപടി പറയാൻ അവസരം തരാതിരിക്കുന്ന എന്ത് നീതികേടാ അത്? പറഞ്ഞോളൂ വസന്ത്, പറഞ്ഞോളൂ. ഞാൻ പോയതല്ല, ഞാൻ വസന്തിനോട് അതുകൂടി ചോദിച്ചതാണ്. എന്റെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ പാർട്ട് അതാണ്. എന്റെ രണ്ടാമത്തെ പാർട്ട് അതാണ്. അങ്ങനെയാണെങ്കിൽ എംപിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം എന്തിനായിരുന്നു? ഇപ്പോൾ കെ സി വേണുഗോപാൽ, ഈ 3 പേരിൽ ഒരാൾ കെ സി വേണുഗോപാൽ ആണല്ലോ, എം പി ആണ്. കോൺഗ്രസ് പാർട്ടി എന്റെ അസിത, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ MLA-മാർ ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളുടെ പേര് നിർദ്ദേശിക്കുന്നു, മൂന്നാമത്തെ ആളുടെ പേര് നിർദ്ദേശിക്കുന്നു. ആ 3 പേരെ ഹൈക്കമാൻഡ് കേൾക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പൊ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്ത് കാണിച്ചല്ലോ. രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് പോവുകയാണ്. VD സതീശൻ അടക്കമുള്ള ആ ഒരു കോൺഗ്രസിന്റെ MLA-മാർ പാർലമെന്ററി പാർട്ടിയിൽ ഉയർന്നു വന്ന പേരുകൾ 3ഉം പാർട്ടി പരിഗണിക്കും. അത് മാത്രമല്ല, ഐക്യഖണ്ഡമായി കോൺഗ്രസ് പ്രസിഡന്റിനെ ആരാണ് CLP ലീഡർ എന്ന് തീരുമാനിക്കാൻ വേണ്ടി MLA-മാർ ആകെ നിയോഗിച്ചിട്ടുണ്ട്. അത് ഐക്യകണ്ഠേനം ആ പ്രമേയം പാസ്സായിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിലാണ് ഇനി എന്ത് പന്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രസിഡന്റ് ആ ഉയർന്നു വന്ന 3 പേരുകളും പരിഗണിക്കും. അത് പരിഗണിക്കുമ്പോൾ നേരത്തെ A സജീവൻ സാറ് പറയുന്നത് കേട്ടു, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയെ മാത്രം കേട്ടാൽ മതി. അങ്ങനെയൊന്നുമല്ല, പാർലമെന്ററി പാർട്ടിയെ മാത്രം കേട്ടൊന്നുമല്ല ഒരു കാലത്തും ഈ പാർട്ടി മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിരിക്കുന്നത്. ഘടകകക്ഷികളെ കേൾക്കും. എന്താ ഘടകകക്ഷികളെ കേട്ട പ്രശ്നം? CPI-യെ ഈ മറ്റേ തലക്കിട്ട് ചവിട്ടുന്നത് പോലെ, CPM ചവിട്ടുന്നത് പോലെ ഒന്നും കോൺഗ്രസ് ചെയ്യില്ല. ഞങ്ങൾ ഘടകകക്ഷികളെ കേൾക്കുന്നേ. ലീഗിന് അവരുടേതായിട്ടുള്ള അഭിപ്രായം കാണും. അത് കേൾക്കുന്നത് എന്താ തെറ്റ്? കേരള കോൺഗ്രസിനുണ്ടാവും, അത് കേൾക്കും. ഇനി സോഷ്യൽ ഫ്രാക്ഷനുകളെ കേൾക്കും. കാര്യം സോഷ്യൽ ഫ്രാക്ഷനുകളും എല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത്. അവരെ കേൾക്കും, MLA-മാരെ കേൾക്കും, MP-മാരെ കേൾക്കും, മുതിർന്ന നേതാക്കളെ കേൾക്കും. അവരെല്ലാം കേട്ട ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടി പ്രസിഡന്റും CWCയും ചേരുന്ന ആ യോഗം ഒരാളെ തീരുമാനിക്കും. ആ ആൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് വരുന്നതിന്റെ അകത്ത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അങ്ങനെ തെരുവ് യുദ്ധം നടത്തിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അതിനപ്പുറത്ത് ഏതെങ്കിലും നേതാവിനെ സപ്പോർട്ട് ചെയ്യാനോ അയാളുടെ മെറിറ്റ് പറയാനോ അയാളുടെ മെറിറ്റ്സിനെ പറ്റി സോഷ്യൽ മീഡിയയിലോ തെരുവിലോ സംസാരിക്കാനോ ആർക്കും അവകാശമില്ലായ്മയില്ല. പക്ഷെ അതിന്റെ പേരിൽ മറ്റൊരു നേതാവിനെ അതർ നേതാവിനെ ചെളിവാരിത്തേക്കാനോ കരിവേരിക്കത്തേക്കാനോ ഇറങ്ങി പുറപ്പെടുന്നവരാരും കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതല്ല എന്നത് മനസ്സിലാക്കി. ശരി, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഇവിടെ വസന്ത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് MLA-മാർക്ക് ആരുടെ വേണമെങ്കിലും പേര് പറയാമല്ലോ. അങ്ങനെയാണ് KC-യും RC-യും VD-യും ഒക്കെ ചിത്രത്തിലേക്ക് വരുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി കുപ്പായം ധരിച്ച് ഇവർ 3 പേരും തയ്യാറെടുത്തിരുന്നത് കൊണ്ടോ തെരഞ്ഞെടുപ്പിന് മുൻപേ അതിനുള്ള റീലുകളും പോസ്റ്ററുകളും ഡോക്യുമെന്ററികളും ഒക്കെ ചിത്രീകരിച്ചത് കൊണ്ടൊന്നുമല്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും ഈ 3-ൽ ഒരു പേര് തീരുമാനിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തോന്നുകയാണോ KC വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിലും അദ്ദേഹം ഇങ്ങ് വരട്ടെ, ആ പേര് കൂടി പരിഗണിക്കാമല്ലോ? അങ്ങനെയായിരുന്നോ? അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളിലൊന്നും ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കാറില്ല. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രബലമായൊരു ഘടകകക്ഷിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും ഒരുപോലെ നിന്ന് പ്രവർത്തിച്ചവരാണ്. ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 5 വർഷം ഈ മുന്നണിയെ നയിക്കേണ്ട അതിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണ്. ആ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രബലമായൊരു ഘടകകക്ഷി എന്ന നിലക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമുന്നതരായ നേതാക്കന്മാർ നേരിട്ടെത്തി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോയി തങ്ങളുമായി കൂടിയാലോചിച്ച് ഞങ്ങളെടുത്ത തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത്. അല്ല ശ്രീ അബ്ദുറഹ്മാൻ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ആരുടെ വേണമെങ്കിലും പേര് പറയാനുള്ള സാധ്യത എവിടെയുണ്ട്? വസന്തം അതാണ് പറയുന്നത്, MLA-മാർ പേര് പറയുന്നു. പക്ഷേ ഈ പേരിൽ ഈ മൂന്ന് പേരിൽ മാത്രം അതിൽ സെലക്ഷൻ വരേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ആൾ മത്സരിക്കുക പോലും ചെയ്യാത്ത ആൾ എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് വന്നത്? അല്ല, ഞങ്ങൾ ആരുടെ പേര് പറഞ്ഞു എന്ന് ഞങ്ങൾ 24 ചാനലിൽ അറിയിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞത് ഹൈക്കമാൻഡിനോടാണ്. ഹൈക്കമാൻഡിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി ഞങ്ങളുടെ നേതൃത്വത്തിനെ അറിയൂ. അത് ഞങ്ങൾക്ക് ആ തീരുമാനമെടുത്തതിന് ശേഷം അവരുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുടെ നേതൃത്വം അറിയിച്ചു. അത് ഞങ്ങളാരും ഒരു ചാനൽ ചർച്ചയിൽ പറയേണ്ട വിഷയങ്ങളല്ല. അതിനനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ല കെട്ടുറപ്പുള്ള ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും. അതിനാർക്കൊരു സംശയവും വേണ്ട.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു കക്ഷിക്കകത്തുണ്ടാകുന്ന ചർച്ചയുടെ ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ മുന്നണിയെപ്പോലെയുള്ള അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിലേക്കൊന്നും ഇത് എത്തിച്ചേരുമെന്ന് ആരും കരുതേണ്ടതില്ല. കാരണം ഇതൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുള്ളവരാണ്. മറ്റുള്ളത് അങ്ങനെയല്ല. മറ്റൊരു ഏകാധിപതിയുടെ രീതിയിൽ അങ്ങ് കാര്യങ്ങൾ പോകുമ്പോഴാണ് ആ ഏകാധിപതിയുടെ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും ആ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത കേരളത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ പാരമ്പര്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത് എന്തേ ഇങ്ങനെ. ഇത് കുറേ ജനാധിപത്യ ചർച്ചകൾ നടക്കുന്നു, തീരുമാനമുണ്ടാകും, കാത്തിരുന്ന് കാണുക. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ പി കെ ഗോപൻ. 35 സീറ്റുകളിലേക്ക് LDF-നെ ചുരുക്കിയതിന് പിന്നാലെ ആ ദിവസങ്ങളിലൊക്കെയും സോഷ്യൽ മീഡിയയിലടക്കം അതിന്റെ വിജയശില്പിയായി ആഘോഷിക്കപ്പെട്ടത് VD സതീശനാണ്. അങ്ങനെ ആകുകയാണെങ്കിൽ തന്നെ അതിന് മുൻപേ കളം അനുകൂലമാക്കുകയായിരുന്നു ഈ തനിക്ക് അനുകൂലമായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ KC വേണുഗോപാൽ ചെയ്തത്. ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശില്പി VD സതീശനാണ് എന്ന് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് അവസാന ഘട്ടത്തിൽ തെളിഞ്ഞു വരുന്നത് എന്ന് വേണം കാണാൻ. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന LDF-ന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിയുടെ മുഖ്യമന്ത്രി KC ആകും. ശ്രീമതി അസിത, അത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഈ സന്ധ്യയിൽ ചർച്ചയിൽ അധികാരത്തിലേറാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കടുത്ത ഫാസിസ്റ്റ് ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടല്ലോ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്നും. CPM-കാർക്ക് എന്താ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ അവകാശം? അതായത് കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായാലും അത് കേരളത്തിലെ 3.5 കോടി മലയാളിയുടെ മുഖ്യമന്ത്രിയാണ്. സാങ്കേതികമായി മാത്രമാണ് അത് മറ്റുള്ളവരെ എതിർക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ എന്താ അവകാശമെന്ന് ചോദ്യം ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റ് മനോഭാവമാണ്. അത് അദ്ദേഹം തിരുത്തുന്ന നല്ലതാണ്. ഞാൻ അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനും അഭിപ്രായം പറയാനും ഒന്നും വരുന്നില്ല. നമ്മളാരും വരുന്നില്ല. നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം കേരളത്തിലെ തെരുവോരങ്ങൾ കലാപമാക്കുന്നു. ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, അത് നിയമവിരുദ്ധമാണ് വസന്ത, അയാളുടെ പേര് കേസെടുക്കേണ്ടി വരും. ഫ്ലെക്സ് കത്തിച്ചു, പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. തെരുവിൽ സംഘർഷം ചേർന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ഭരണാധികാരം കടന്നിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് ജനാധിപത്യം. ശ്രീ രണ്ടത്താണി മാഷിയുടെ പറഞ്ഞു, പിന്നെ LDF-ന് വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു, അതുപോലെ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് 99 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊരു ദുരന്തമില്ലായിരുന്നോ? ഈ ദുരന്തം എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുകയും ഒരാൾക്ക് മാത്രം സംഭവിക്കുകയും ചെയ്യുന്ന ഒന്നല്ല. അത് ചരിത്രത്തിൽ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. 2-3 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ 6-ാം തീയതി മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തർക്കം എന്താ? CPM ഇടതുപക്ഷമോ കേരളത്തിൽ ജയിച്ചാൽ 6-ാം തീയതി മുഖ്യമന്ത്രി ഉണ്ടാവും. ഇവിടെ തെരുവിൽ കലാപങ്ങളും സംഘർഷങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല. നിങ്ങൾ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കും. KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ് പത്രക്കാരോട് പറഞ്ഞതാണ് 5 മിനിറ്റ് മതി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. ഇനി അങ്ങ് ഹൈക്കമാൻഡിനെ കുറിച്ചുകൂടെ വിശദീകരണം തന്നു. എനിക്ക് തൃപ്തിയായി കാണുമല്ലോ എന്നൊക്കെ അങ്ങ് ഒരുപാട് അഭിമാനത്തോടെ പറഞ്ഞു. തൃപ്തിയായില്ല സർ. CWC എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു സമിതിയാണോ? പ്രസിഡന്റ് CWC അംഗമല്ലേ? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലേ? ഇനി അതിനകത്തൊരു ജനാധിപത്യ വിരുദ്ധതയും കൂടെ പറയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കുക. നിങ്ങളുടെ CWC എലക്റ്റഡ് അല്ല. നിങ്ങളുടെ CWC പ്രസിഡന്റ് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ CWC. അതായിക്കോട്ടെ, ഞാനത് പറഞ്ഞല്ലോ. അതായിക്കോട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി പാർലമെന്ററി പാർട്ടിയിൽ തെരഞ്ഞെടുക്കപ്പെടുക. പാർലമെന്ററി പാർട്ടി അംഗമല്ലാത്ത ഒരാൾ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്? സാങ്കേതികമായിട്ട് കുഴപ്പമില്ല, കാരണം 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മതി. പക്ഷെ പാർലമെന്ററി പാർട്ടി അംഗമല്ല. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സന്ദർഭത്തിൽ പാഞ്ചാലിയെ പണയം വെക്കുന്ന ഘട്ടമുണ്ടല്ലോ. ആ സമയത്ത് പാഞ്ചാലി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പണയപ്പെട്ട ആളുകൾക്ക് എന്നെ പണയം വെക്കാനുള്ള അവകാശം എന്താന്ന് വ്യാസൻ ചോദിച്ചൊരു ചോദ്യം ഇന്നും ഉത്തരവില്ലാതെ കിടപ്പുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ അത് വളരെ ഭംഗിയായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. അതുപോലെ പാർലമെന്ററി പാർട്ടി കൂടി ആ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട ഒരാളിനെ അല്ല ഇവിടെ അസിത തന്നെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് മറ്റൊരാളാണ് വരുന്നത്. ആര് വന്നോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. മാത്രമാണ് സമയപരിമിതിയുണ്ട്. മാത്രമാണ് അതിനകത്തുള്ളത്.
അതെ, അത് തന്നെ സാങ്കേതികത്തെ മാത്രം. അതുകൊണ്ട് കേരളത്തിലെ തെരുവോരങ്ങളെ നിൽക്കുന്ന ഒരു രീതിയുണ്ട്. അല്ല, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുസൃതമായുള്ള ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായ ശൈലിയിലേക്ക് CPM ഈ അടുത്ത കാലത്ത് ഒരു ഏകാധിപത്യത്തിന്റെ രീതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അത് അങ്ങേക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഈ കേരളത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ അങ്ങ് കാണണം, കാണാതിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ശൈലി അല്ല കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസിന് എപ്പോഴും ഇവിടെ വസന്ത് പറഞ്ഞതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA ശ്രീ എസ് സജീവൻ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ അവർക്ക് തോന്നിയ ഏതെങ്കിലും ഒരു പേര് പറയുകയാണെങ്കിൽ ഈ 3 പേരിൽ കൂടുതലുള്ള പേരുകൾ വരണമായിരുന്നു. അപ്പോൾ ഈ 3 പേരിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത് ആ 3 പേരുമാണ്. ആ 3 പേർ മാത്രമേ അതിലുള്ളൂ എന്നതിന്റെ അടിസ്ഥാനം ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുന്നവരിൽ ആ 3 പേർ മാത്രമേ ഉള്ളൂ. ശ്രീ എസ് സജീവൻ. തീർച്ചയായിട്ടും ഇത് ഈ കളി ഇപ്പോൾ തുടങ്ങിയല്ല. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഏതെങ്കിലും പേരുകൾ പറഞ്ഞ് അവരുടെ മനസ്സിൽ തോന്നിയ പേരുകൾ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അത് അവർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട പേരുകളാണ്. അതിൽ ആരാണ് മത്സരത്തിൽ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് നേരത്തെ തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഉള്ള തീരുമാനങ്ങളോ ധാരണകളോ അല്ലെങ്കിൽ അതിനുള്ള മത്സരമോ ആണ് നടന്നിട്ടുള്ളത്. ആ മത്സരത്തിൽ ആര് വിജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, ഹൈക്കമാൻഡിന് താല്പര്യമാണ്. ഇവിടെ ഇപ്പോൾ ലീഗ് ഉൾപ്പെടെ, ലീഗ് മുതൽ കുഞ്ഞാലിക്കുട്ടി മുതൽ ഈ മാണി സി കാപ്പൻ വരെയുള്ള ഘടകകക്ഷി നേതാക്കന്മാർ അവർ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അവരെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ രംഗം വഷളായതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നേരത്തെ ഇതുവരെ രണ്ടത്താണിക്കും അറിയാം, ഇതുവരെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാവണമെന്ന് ലീഗ് ഉൾപ്പെടെയുള്ള ആരും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി വരെ ഇപ്പോൾ പറയുന്നതിന് കാരണം ഇത് രംഗം വഷളായത് കൊണ്ടാണ്. ഓക്കെ ശ്രീ എസ് സജീവൻ, ക്ലിയർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസന്ത് വളരെ വേഗം, ഞാൻ ചോദ്യമില്ല വസന്ത്, വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, സമയപരിമിതിയുണ്ട്. അല്ല അദ്ദേഹം അല്ലല്ല ഈ നമ്മുടെ ഗോപൻ വലിയ മര്യാദയെ പറ്റി പറഞ്ഞു കേട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാലക്കാട് ഒരു MLA, ജനങ്ങൾ ജയിപ്പിച്ച MLA പ്രകടനം നടത്തുമ്പോൾ അതിനെതിരെ പാർട്ടി ഓഫീസിൽ നിന്ന് ബിയർ ഊപ്പി വലിച്ചെറിയുന്നതാണോ മര്യാദ, രാഷ്ട്രീയ മര്യാദ എന്ന് അദ്ദേഹം പറഞ്ഞാൽ മതി. ആ ബിയർ ഊപ്പി എങ്ങനെയാണ് പാർട്ടി ഓഫീസിൽ വന്നത്? മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുക്കുക. നിങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ നോക്കും, ഞങ്ങളെ ആക്ഷേപിക്കും. അല്ല, തമിഴ്നാട്ടിലും ബംഗാളിലും മുഖ്യമന്ത്രി ചാർജ് എടുക്കുക. നിങ്ങൾ ആദ്യം അത് ചെയ്യും. നാളെ തമിഴ്നാട്ടിലും ബംഗാളിലും മുഖ്യമന്ത്രിമാർ വരികയാണ്. നിങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രിയെ കൂടെ റോഡിൽ കിടന്ന് അടിക്കാതെ, നാട്ടുകാരെ കളിയാക്കാതെ, നിങ്ങൾക്ക് 102 സീറ്റ് സംഭാവന ചെയ്ത ആളുകളെ ആക്ഷേപിക്കാതെ, കളിയാക്കാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് കാണിക്കും. അല്ലാതെ ഡൽഹിക്ക് പറക്കൽ, അവിടെ ഇങ്ങോട്ട് പറക്കൽ, പിന്നെ തമ്മിലടി, പിന്നെ ഫ്ലക്സ് ഈ പണിയൊക്കെ എടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വൈകുന്നേരത്തെ സമയം ഉപയോഗിക്കണ്ട. നിങ്ങൾ ആദ്യം തമിഴ്നാട്ടിലും ബംഗാളിലും ചാർജ് എടുക്കുക. ശ്രീ ഗോപൻ, ഞാൻ സമ്മതിച്ചു, അങ്ങയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. CPM-ന് ഇത് അവിടെ വന്ന് പിണറായി വേറൊരു പേര് പറയാൻ ആളില്ല. പാവം ശൈലജ ടീച്ചറിന് സീറ്റ് കിട്ടാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റിയിൽ കരയേണ്ടി വന്നു. എന്നിട്ടാണ് സീറ്റ് കൊടുത്തത്. ആ കൊടുത്ത സീറ്റോ അവർ സിറ്റിംഗ് MLA ആയി തോറ്റ സീറ്റ്. അപ്പൊ നിങ്ങളുടെ പാർട്ടിയിലെ വെട്ടിനിർത്തലുകളെ പറയിപ്പിക്കരുത്. ക്ലിയർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് വസന്ത് ശ്രീക, PK ഗോപൻ, അബ്ദുറഹ്മാൻ രണ്ടത്താണി, എസ് സജീവൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.